ആദി, ആ നീ വന്നോ? ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഇറങ്ങാനോ? ആതിര, കൺഗ്രാറ്റ്സ്. താങ്ക്സ് ഡി. ഞാൻ കേട്ടത് സത്യാണോ? നീ എന്താ കേട്ടെന്ന് ഞാൻ എന്താ ഗണിച്ചറിയോ? നിന്റെ കല്യാണം ഉറപ്പിച്ചോ? ആ, ഇവിടുന്ന് എല്ലാവരും വരുമ്പോ ആ കൂടെ വരണം. ആദി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തിന്? നീ എന്തൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? മെല്ലെ നോക്ക്, അടുത്ത ആഴ്ച എന്റെ കല്യാണം. നീ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ആദി, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ കാര്യം? നമ്മുടെ എന്ത് കാര്യം? ഞാൻ പറഞ്ഞാലേ നിനക്ക് ഓർമ്മ വരൂ. നമ്മള് മാത്രമൊന്നും അല്ലല്ലോ ഈ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ചെയ്തേ. പിന്നെ ഇതൊന്നും ആരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളും അങ്ങനെയായിരുന്നു. ഞാനങ്ങനെയാ കണ്ടേ. അപ്പൊ നിനക്കൊരു പ്ലഷർ അല്ലേ? തിരിച്ച് ഞാനും ചെയ്തിട്ടില്ലേ? അപ്പൊ ഇത്ര സെഞ്ചി അടിക്കാൻ മാത്രമൊന്നുമില്ല. അല്ല, നീ എന്താ വിചാരിച്ചേ? നമ്മള് കല്യാണം കഴിക്കുമെന്നോ? അങ്ങനെ നീ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ഫിസിക്കലി നിന്റെ ഹെൽപ്പ് വേണമായിരുന്നു. നിന്നെ കൂടെ നിർത്താൻ അങ്ങനെ പറയേണ്ടി വന്നു. അല്ലാതെ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. താങ്ക്സ്. നീ എന്തിനാ ഈ പട്ടിഷോ കാണിക്കുന്നേ? ഹോസ്റ്റലിൽ ഇതൊക്കെ സർവ്വസാധാരണ. നമ്മളൊക്കെ അഡൽട്സാ. ഉറപ്പായും ഫീലിങ്സ് ഉണ്ടാവും. പ്രഗ്നന്റ് ആവാതെയും നാട്ടുകാരറിയാതെയും ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വേ ഇതാ. എല്ലാരും നിന്നെ പോലെയല്ല. പക്ഷെ നീയായിരുന്നല്ലോ. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. എന്നെ നീയുമായിട്ട് കമ്പയർ ചെയ്യണ്ട. മാറ്, എനിക്ക് പോണം. നീ എന്താ ഇവിടെ? ഞാൻ വേറെ അങ്ങോട്ട് പോകാനാ. നിനക്കെന്താ ലീവാണോ? ഞാൻ ഇനി എക്സാം എഴുതാനേ പോകുന്നുള്ളൂ. അതെന്താ? എനിക്കങ്ങനെ തോന്നി. കാരണം ഒന്നുമില്ല. മമ്മിയുടെ കാര്യം നോക്കിയേ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ കുറെ പൈസ അക്കൗണ്ടിൽ ഇട്ടത് കരുതി തോന്നിയ പോലെ നടക്കാതെ കരുതണ്ട. നിന്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, മമ്മി ജീവനോടുണ്ട്. നിങ്ങൾക്ക് എന്നെ ജീവനോടെ വേണമെങ്കിൽ കുറച്ച് ദിവസം എന്നെ വെറുതെ വിട് പ്ലീസ്. കൃതി, ആ വാ പോവാ. ആ വരുവാ. ഐറിൻ, നിന്റെ ചെറിയച്ഛന്റെ മോളുടെ കല്യാണം. ചെറിയച്ഛനോ? എന്തിനാ ഇനി ഈ വാശി വെച്ചോണ്ടിരിക്കുന്നേ? അത് അവർക്കല്ലായിരുന്നോ? അച്ഛൻ മരിച്ചപ്പോഴാണോ അവർക്ക് ഈ ബോധം വന്നേ? കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് മമ്മി എന്തു പറഞ്ഞു? ഞാൻ നിന്നെയും കൂട്ടി ചെല്ലാന്ന് പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട്? ഐറിൻ, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. എന്റെ അച്ഛനെ വേണ്ടാതിരുന്നവരുടെ അടുത്തേക്ക് ഞാനില്ല. നിന്റെ അച്ഛൻ എടുത്തു നടന്ന കുട്ടിയാ അവള്. ഞങ്ങളെക്കാൾ മുമ്പ് സേതുവിന്റെ കല്യാണം കഴിഞ്ഞതാ. അവളുടെ കല്യാണത്തിന് പോയില്ലേ നിന്റെ അച്ഛൻ അത് ഇഷ്ടാവില്ല. എന്നാ അച്ഛനത് നേരിട്ടൊന്ന് പറയട്ടെ. നീ എന്റേത് വാങ്ങിക്കും. എന്ത് പറഞ്ഞാലും മറുപടി തർക്കുത്തരം തന്നെ. മമ്മി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. അതിനെനിക്ക് നിന്റെ സമ്മതം വേണം. നമ്മൾ അടുത്ത ആഴ്ച പോവും. ഹലോ മണവാട്ടി. പോടി. അമ്പടി, നാണമൊക്കെ വന്നു തുടങ്ങിയോ? സത്യം പറഞ്ഞ പേടിയാ. ഞങ്ങൾ ഓൾറെഡി ഇഷ്ടത്തിലായിരുന്നു. ഇവിടെ ആരെങ്കിലും അറിഞ്ഞ ആരും അറിയാൻ പോണില്ല. നീ ടെൻഷൻ അടിക്കണ്ട. അതാരാ? ഏതേലും കുടുംബക്കാരായിരിക്കും. എല്ലാരെയും ഡ്രസ്സും സ്വർണവും കാണിച്ച് ഞാൻ മടുത്തു. നീയും അനുഭവിക്കും മോളെ. ഓടി. ഐശ്വ ഇവിടെ വാ. എനിക്കുള്ള വിളി വന്നു. ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്, ചെന്ന് ചിരിച്ചു കാണിക്ക്. ഇതിലും ഭേദം ഒളിച്ചു കൊടുക്കുന്നതായിരുന്നു. ശിവ ശിവ. എന്തിനാ ശിവനെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? ഇടയ്ക്കൊരു ചേഞ്ചിന് ആ ബ്രഹ്മാവിനെ വിളിക്കേ. പുള്ളിക്കാവുമ്പോ അധികം കോളൊന്നും വരാറില്ല. ശിവ ശിവ. ഇത് ഇവർക്ക് നാഷണൽ ആന്താണോ? അവൻ മരിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല. മോളുടെ പേരെന്താ? ഐറിൻ. പഠിക്കുവാണോ? ആ, ഡിഗ്രി ഫൈനൽ ഇയറാ. ഇതാ കല്യാണ പെണ്ണ്. ആ, ഏട്ടന് ഇവളെ കുറിച്ച് പറയാനേ നേരണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ അവസരത്തിൽ ഇവിടെ വേണ്ടത് അവനായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ? മോൾക്ക് ഞങ്ങളോട് ദേഷ്യമായിരിക്കും അല്ലേ? അതെ. ഐറിൻ, അത് സാരല്ല. ഞാൻ ചോദിച്ചിട്ടല്ലേ അവള് പറഞ്ഞത്. ഐശു, മോളെ കൂട്ടിക്കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുക്ക. ആ വരൂ. കൃതി മോളെ, നീ കൂടെ ചെല്ല്. ആ കുട്ടി ഏതാ? അത് ഞങ്ങളുടെ. അയ്യോ, അവള് ആളാകെ മാറിപ്പോയി. ചേച്ചി വാ, ഞാൻ ചായ എടുക്കാം. ഇതാ എന്റെ റൂം. സ്വർണവും ഡ്രസ്സും എന്റെ ഇല്ല. അല്ല, എന്റെ കാണിച്ചു തരാൻ. എന്തിന്? അല്ല, അത് അങ്ങനെ ഒരു പതിവുണ്ട്. വേണ്ട, അതിന്റെ ആവശ്യമല്ല. സന്തോഷം.
എന്റെ പേര് അഷ്ടമി. ഞാൻ ഐറിൻ. ഞാൻ കൃതി. താഴെ സംസാരിച്ചില്ലേ, അതാ എന്റെ അച്ഛൻ. അപ്പൊ തന്റെ അച്ഛൻ? അച്ഛനും ഇനിയും കുവൈറ്റിലാ. നാളെത്തും. ഈ റൂമിലാ ഞാൻ കിടക്കുന്നത്. തനിക്ക് ഇവിടെ കിടക്കാം. ഇയാള് ഞങ്ങളെക്കാൾ ഇളയതല്ലേ, അതുകൊണ്ട് ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. കുട്ടി റെസ്റ്റ് എടുത്തോളൂ. വാടി പോവാ. അതിന് ഭ്രാന്താണോ? പണ്ട് എല്ലാരും കൂടെ അവളുടെ അച്ഛനെ പുറത്താക്കിയതിന്റെ ദേഷ്യാവും. അതിന് നമ്മളല്ലല്ലോ പുറത്താക്കിയേ, പിന്നെ നമ്മളോട് എന്തിനാ മുഖം കറുപ്പിക്കുന്നേ? പിന്നെ അവളെ ജനിച്ചപ്പോ വല്യച്ഛനോടുള്ള ദേഷ്യത്തിന് അവളെ ഒന്ന് കാണാൻ പോലും പോയില്ല നമ്മുടെ തന്തമാര്. അതും ശരിയാണ്. ഐറിൻ, തന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ആ, ഇതിന് ചിരിക്കാൻ അറിയില്ലേ? ഈ കല്യാണം കഴിയുമ്പോഴേക്ക് എന്റെ നടു ഒടിയും. ഏയ്, എന്താ? ഒന്നുമില്ല, ഞാൻ പുറത്തോട്ട് പോട്ടെ. എന്തിന്? നമ്മള് രണ്ടും ഗേൾസ് അല്ലേ, അതാ പ്രശ്നം. ഈ ബ്രാ ഊരുമ്പോഴുള്ള ഒരു സുഖം. ഇയാൾക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യാണോ? അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛന്മാരോടുണ്ടല്ലേ? ആ, ഉണ്ട്. സത്യങ്ങളൊക്കെ ഒരു മയത്തി പറയാൻ കേട്ടോ. കിടക്കുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട്. മഞ്ഞ ഡ്രസ് ഉണ്ടോ? ഇല്ല. എന്തിനാ? നാളെയാ ഐശ്വര്യ ഹൽദി. ഓ സാരല്ല, എന്റെ ഒരു യെല്ലോ അനാർക്കലി ഉണ്ട്, ഞാൻ തരാം. വേണ്ട, ഞാൻ അതൊന്നും ഇട്ടില്ല. ഓ, അപ്പൊ ഇത് സ്ഥിരം വേഷമാണോ? ഇയാളെന്താ ഇങ്ങനെ? എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. അത് കളഞ്ഞിട്ട് ഇങ്ങ് കേറി വന്നേ. ഈ പെണ്ണുങ്ങളെയും കൊണ്ട് തോറ്റല്ലോ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? ഇവിടെ ആരെങ്കിലും കണ്ടാ തീർന്നു. എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, വേറെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. താൻ ഇവിടുന്ന് പോയിട്ട് എന്താ വെച്ചാ അയക്കോ, ഇവിടെ പറ്റില്ല. ഹൈസ്, അമ്മ, ഞാൻ പോയിട്ട് കല്യാണത്തിന് വരാം. എനിക്കിവിടെ ബോറടിക്കുന്നു. ഇവിടെ എത്ര പിള്ളേരുണ്ട്, നിനക്ക് അവരുടെ കൂടെ നിന്നൂടെ? അതൊന്നും ശരിയാവില്ല, ഞാൻ പോവാ. വെറുതെ പറയിപ്പിക്കില്ലേ കൊച്ചെ, 2 ദിവസത്തെ കൂടെ കാര്യമല്ലുള്ളൂ. എന്തൊരു കഷ്ടായത്. ഹലോ, എന്താണ്? നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കല്യാണം നടത്തിയാ പോരായിരുന്നു? മതിയായിരുന്നു. ഐശു, നിന്റെ ഫ്രണ്ട്സ് വരില്ലേ? പിന്നെ വരാണ്ട് എല്ലാവരും മഞ്ഞ. എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഈ കുട്ടിപ്പട്ടാളത്തെ നോക്കി ഞാൻ മടുത്തു. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എടാ, ചെറിയച്ഛനോടാ? താഴെയുണ്ട്. ഇതേതാ ഈ പുതിയ മുഖം? നിന്റെ വല്യച്ഛന്റെ മോള്. ആ, ഹായ്, ഞാൻ അമൽ, ഇവളുടെ അനിയനാ. ഹായ്, ഐറിൻ. ക്രിസ്ത്യൻ നെയിം ആണല്ലോ. എന്താ പിടിച്ചില്ലേ? അതങ്ങനെയാ മൈൻഡാക്കണ്ട. എനിക്ക് അവളുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു. വല്യച്ഛന്റെ മോളാ, മറക്കണ്ട. അത് സാരില്ല. അയ്യേ, എന്തായാലും ഞാനൊന്ന് പരിചയപ്പെടുന്നുണ്ട്. തന്നെ എവിടെയൊക്കെ നോക്കി. വാ, ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്. ഞാനില്ല. അതെങ്ങനെ ശരിയാവും? ഫാമിലി ഫോട്ടോ എടുക്കുമ്പോ താൻ വേണ്ടേ? ഞാൻ ഈ ഫാമിലി അല്ലെന്ന് കൂട്ടിക്കോ. കുട്ടി, തന്റെ പ്രശ്നം എന്താ? അതെന്തായാലും ഇയാൾക്ക് എന്താ? അവനവന്റെ കാര്യം നോക്കിയാ പോരെ? അല്ലെങ്കിൽ ആ പിള്ളേരുടെ കൂടെ പോയി കളി. ഓ, എന്റെ കാര്യം നോക്കാതെ തനിക്ക് പറ്റിയ ജോലി ചെയ്യ്. എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? ഹലോ, കളയണ്ട. കൃതിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എനിക്ക് എന്റെ കാര്യത്തിൽ വേറെ ആരും ഇടപെടുന്നത് ഇഷ്ടമല്ല. ആയിക്കോട്ടെ, അതിനിങ്ങനെ ദേഷ്യപ്പെടണം. സോറി. നീ പറഞ്ഞില്ലേ ആ പിള്ളേരുടെ കൂടെ പോയി കളിക്കാൻ? അവരിൽ ഒരാളായി ഇതിലൂടെ ഒക്കെ ഓടിച്ചാടി നടന്ന കൊച്ചു കുട്ടിയായിരുന്നു അവള്. അവളുടെ സമ്മതമല്ലാതെ അതിനെ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിഞ്ഞതാണോ? വെറും 2 മാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ അയാൾ അവളെ ഒത്തിരി ഉപദ്രവിച്ചു. സഹിക്കാവയാതെ അവൾ ഒരിക്കൽ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അച്ഛനും കൂടെ പോയി കൂട്ടിക്കൊണ്ടു വന്നേ.
വല്യച്ഛനും വല്യമ്മയ്ക്കൊന്നും ഇഷ്ടായില്ല. തിരിച്ചു പോകാനാ പറഞ്ഞ. പക്ഷെ എന്റെ അച്ഛന്റെ ഒറ്റ വാക്കില അവര് ഡിവോഴ്സ് ചെയ്യിച്ചേ. അതിനൊന്ന് പഴയ പോലാക്കാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞ ഇവിടെ ആർക്കും സഹിക്കില്ല. താനറിയാതെ പറഞ്ഞതാന്നറിയാം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനാ ഇപ്പൊ തന്നോട് പറഞ്ഞ. അപ്പൊ ശരി, പോട്ടെ. സോറി. ഐഷു, ഔട്ട്ഡോർ സ്റ്റിൽ എടുത്തോ? ഇല്ല, പോവാ. ഞാനും വരാം. നിങ്ങൾക്കിടയ്ക്ക് ഇവിടെ ഒന്ന് നിക്കാട്ടോ. നോക്കാം. കൃതി ചേച്ചി, ഐ എം സോറി. വേണമെന്നില്ല. ഞാൻ നിന്റെ ഒരു കാര്യം നോക്കാൻ വരുന്നില്ല. അയ്യോ, മറ്റന്നാള് കല്യാണം. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഒന്നുമില്ലെങ്കിലും മനസ്സിന് ഇഷ്ടമുള്ള ആളെയല്ലേ കെട്ടാൻ പോണേ. പതുക്കെ പറ. ഹലോ സിസ്റ്റേഴ്സ്. വാ മോനെ. മറ്റേ പെണ്ണ് എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. അയ്യോ സത്യം, ഇപ്പത്തെ പിള്ളേരല്ലേ. പിന്നെ 4 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇനി നമ്മളും മിണ്ടാൻ പോണ്ട. ഇതെന്താ സംഭവം? ആ പൊട്ടൻ ഇവളോട് അതൊക്കെ വന്ന് പറഞ്ഞോ? ഹലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. എന്ത് എന്ത് എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അമൽ എന്തേലും പറഞ്ഞോ? ഇല്ല. അപ്പൊ അതല്ല. എന്നാ ശരി, യു കണ്ടിന്യൂ. മോളെവിടെ ചേച്ചി? അതെപ്പോഴും റൂമിലാ. വീട്ടിലും അങ്ങനെ. കൃതി മോളെ, ഐറിൻ ഒന്നും വിളിച്ചിട്ടോ? ആ ചെറിയമ്മേ. അമലെ, ഒന്ന് ആ പെണ്ണിനെ വിളിച്ചോണ്ട് വാ. ഐശ്വര്യോ? അല്ല, ആ ഐറിൻ. അയ്യോ, ഞാനല്ല, നീ തന്നെ പോയി വിളിക്ക്. നിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ല പറ. അതെ, ഞാൻ നിങ്ങളുടെ മെസ്സഞ്ചർ ഒന്നല്ല. വേണം നേരിട്ട് പോയി പറ. എന്തൊരു അഹങ്കാര ഇതിന്. ഡിവോഴ്സ് ചെയ്തങ്ങ് പോയാ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു കരുതിയോ? ഞാനിപ്പോ നിന്റെ വീട്ടിലാണ്. എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ നിന്നെ രക്ഷിക്കാൻ? What's happening here? ആരാ? നീ ഏതാ? ആരാ കൃതി ചേച്ചി? പരകൃതി, നിന്റെ എക്സ് ഹസ്ബൻഡ് ആണെന്ന്. ഇനി പറ, നീ ഏതാടി? അമലെ, ഐറിനും കൃതി എവിടെ? കൃതി ഐറിനെ വിളിക്കാൻ പോയതാ. അത് ശരി, ഞാൻ പോയി നോക്കട്ടെ. ഓക്കെ അല്ലേ? വെള്ളം ഇനിയും വേണോ? വേണ്ട. കൃതി, എന്താടി? എന്തു പറ്റി? നീ വീണ്ടും അവളെ കരയിച്ചോ? നീ ആരാണോ നിന്റെ വിചാരം? ഐഷു, അവളല്ല. പിന്നെ ആ നാറ് പിന്നെയും വേറെ സിം എടുത്ത് വിളിച്ചോ? അവൻ വന്നു. ഇവിടെ
ഇവിടെയോ? എപ്പോ? കുറച്ചു നേരത്തെ. എന്നിട്ട് ഇവളോ? അവൻ എങ്ങനെ കേറി? ആരുടെയും കണ്ണിപ്പെടാണ്ട്? കല്യാണ വീടല്ലേ, വരാനെന്താ പാട്? ഞാൻ അമലിനോട് പറയട്ടെ? വേണ്ട, നല്ലൊരു ദിവസമായിട്ട്. നീ എത്ര കാലം ഇത് സഹിക്കാൻ പോണേ? നീ വേറൊരു കല്യാണം കഴിക്ക്, പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല. നീ താഴോട്ട് ചെല്ല്, എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. വിഷയം മാറ്റാൻ പണ്ടേ നീ മിടിക്കുകയാണല്ലോ. ആര്, നീ ഇവിടെ തന്നെ നിക്കണേ. ആ, ഐഷ ചേച്ചി പറഞ്ഞ പോലെ വേറെ കല്യാണം കഴിച്ചൂടെ? അയാളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. എനിക്ക് വയ്യ ഇനി ഒരു പരീക്ഷണവസ്തു ആവാൻ. എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ. എനിക്കിനി ഒരു കല്യാണം വേണ്ട. കല്യാണത്തിന് മുമ്പ് വല്ല അഫയറും ഉണ്ടായിരുന്നോ? അഫയർ ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഒരു 5-6 ക്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് വരെ പേടിയായിരുന്നു, എങ്ങാനും പൊക്കിയ അതോടെ തീരുഞ്ഞ്. അതുകൊണ്ട് പ്രേമിക്കാനൊന്നും പോയി റിസ്ക് എടുത്തില്ല. എന്നിട്ടോ? നിനക്കോ? എന്താ, നിനക്ക് പ്രേമൊന്നുമില്ലേ? നിനക്ക് ചെറിയമ്മ നല്ല ഫ്രീഡം തരുന്നോണ്ട് അതിനൊന്നും തടസ്സം ഉണ്ടാവില്ലല്ലോ. അതില്ല, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. അതെന്താ? നൈസായിട്ടൊന്ന് തേച്ചു. നീയോ? അവനോ? അപ്പൊ അതിന്റെ കരച്ചിലായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം? കൂടെ പഠിച്ചതാ? അതൊന്നും കാര്യാക്കണ്ട. ലൈഫ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ആഗ്രഹിക്കുന്നവരെ കിട്ടണമെന്നില്ല. കിട്ടിയാൽ തന്നെ എത്ര നാൾ തുടർന്നു പോകുന്നു അറിയില്ല. ഒരു കണക്കിന് സിംഗിൾ ആയിരിക്കുന്നതാ നല്ലത്. അതെ. നിങ്ങൾ നാളെ പോവോ? ഇവിടെ ഒട്ടും പറ്റുന്നില്ല അല്ലേ? ഇല്ല. ഹലോ, ആ, നിങ്ങൾ രണ്ടും എന്താ വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ മാറിയിരിക്കുന്നേ? എല്ലാരും ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അയറുകൻ. താഴോട്ട് വാ. ഞാൻ മമ്മീനോട് പറഞ്ഞതാ ഞാൻ വരുന്നില്ല. ചെല്ല്, വന്നവർക്കും പോകുന്നവർക്കും ഇന്നത്തെ സംസാര വിഷയം നിങ്ങളായിരിക്കും. കോപ്പ്. ഞാൻ പോയിട്ട് വരാം. ചേച്ചി മുഖം കഴുകിയിട്ട് താഴോട്ട് വാ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, ഇന്ന് തന്നെ പോണോ? അതെ, അവരുടെ വിരുന്ന് കഴിഞ്ഞ് പോയാ പോരെ? ലീവില്ല, അതുകൊണ്ടാ. ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങാം, നിങ്ങളിടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാം. വരുമ്പോ 2 ദിവസം മുമ്പെങ്കിലും വിളിക്കണം, എന്നാലേ ലീവ് കിട്ടും. എന്നാലും സാരല്ല, തിരക്കുള്ളോണ്ടല്ലേ. നിങ്ങളെന്നാ ഇരുട്ടതിന് മുമ്പ് ഇറങ്ങിക്കോ. വന്നതിൽ ഒരുപാട് സന്തോഷം. കൃതി, നീ കുറച്ചു ദിവസം ചെറിയമ്മയുടെ കൂടെ പോയി നിന്നോ? അതെന്തേ? അവൾക്കൊരു മാറ്റാവുമല്ലോ. ചേച്ചി ഓഫീസിലെ, മോള് കോളേജിലും പോവില്ലേ? ആരും വീട്ടിലുണ്ടാവും. അവൾ എക്സാം എഴുതാൻ മാത്രമേ ഇനി പോവൂ. കൃതിക്ക് ഇഷ്ടാണെങ്കിൽ വന്നോട്ടെ. മോള് പോകുന്നോ? ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാ കുറച്ച് ഡ്രസ് എടുത്തിട്ട് വാ, ഞങ്ങള് കൂട്ടാൻ വരാം. അതെ, അപ്പൊ ഞങ്ങൾക്കും അവിടെ കാണാലോ. ഓ, ആയിക്കോട്ടെ. മോൾക്ക് എത്രയും പെട്ടെന്ന് പോയാ മതിയെന്നാ തോന്നുന്നു. അവളെയും തെറ്റു പറയാൻ പറ്റില്ല. പോവാം. ആഹാ, കൃതിമോളുടെ ഉഷാറ് നോക്കിയേ. ചെറിയച്ച പോയിട്ട് വാ. അച്ഛ, അമ്മ. പോയിട്ട് വാ. ചെറിയമ്മയ്ക്ക് സഹായിച്ചൊക്കെ കൊടുക്കണം. ചേച്ചിയെ ഗസ്റ്റ് ആയിട്ടാ കൊണ്ടുപോകുന്നത്, സെർവന്റ് ആയിട്ടല്ല. അതെനിക്കിഷ്ടായി. ആ കൃതി, ഒന്നിങ്ങ് വന്നേ. എന്താ ചെറിയച്ച? എന്റെ പുത്രിയോട് പറഞ്ഞേക്ക്, അവളും അവനും തമ്മിലുള്ള റിലേഷനൊക്കെ ഞാൻ അറിഞ്ഞു. എപ്പോ? അതൊക്കെ അറിഞ്ഞിട്ട് മാസങ്ങളായി. എന്നാ ഞാനങ്ങോട്ട്. ശരി ശരി. ഇവിടെ 2 ബെഡ്റൂമേ ഉള്ളൂ. നിങ്ങൾ ഒന്നിൽ അഡ്ജസ്റ്റ് ചെയ്യോ അതോ അയറിന് എന്റെ കൂടെ കിടത്തണം? എന്തിന്? ഞങ്ങൾ ഒരുമിച്ച് നടന്നോളാം. എന്നാ ഓക്കെ, മോള് പോയി കുളിച്ചോ. അയറിൻ, നീ അവൾ എന്തൊക്കെയാ കഴിക്കാന്ന് ചോദിച്ചറിയണേ. പിന്നെ ഒന്ന് കടയിലും പോണം. ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ്? കൊള്ളാം. അതെ, തേപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണോ കോളേജിൽ പോക്ക് നിർത്തിയത്? മെല്ലെ പറ, മമ്മിക്ക് അറിയില്ല. അറിയില്ലേ? അതെന്താ, ചെറിയ സീനാണോ? ഇതറിഞ്ഞാ സീനാവും. അതെന്താ? പിന്നെ പറയാം. ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. മമ്മി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാനും വരട്ടെ? വേണ്ട, ചേച്ചി കുളിച്ചോ, നമുക്ക് നാളെ പുറത്തു പോവാം. ഓക്കെ, ഇതാ ബാക്കി പൈസ. ആ, ചേച്ചി എവിടെ? അവള് നിന്റെ സിസ്റ്റത്തിൽ സിനിമ കാണുന്നു. എന്നോട് ഒന്ന് പാസ്വേഡ് ചോദിച്ചായിരുന്നു. ഓ ഓ. ഞാൻ കുറെ നേരമായി സ്ക്രോൾ ചെയ്യുന്നു. ഇതേതാ സൈറ്റ്? ഒക്കെ ചൈനീസ് പെണ്ണുങ്ങളുടെയാ. തുറന്നപ്പോഴേ ഇങ്ങനെയാ വന്നേ. ഞാൻ എടുത്തരാം. ഏതാ വേണ്ടേ? ഏതേലും മലയാളം, തമിഴ് അല്ലെങ്കിൽ ഹിന്ദി? ഓക്കെ, നോക്കട്ടെ. നീ ഇതൊക്കെയാണോ കാണുന്നേ? ഇടയ്ക്ക് നല്ല പ്ലോട്ടാ. ഇത് മതിയോ? ഹാ, ചെറിയമ്മയ്ക്ക് അറിയോ നീ സ്മോക്ക് ചെയ്യുന്നേ? ഇല്ല. നിന്റെ റിലേഷന്റെ കാര്യം എന്താ പറയാത്തെ? അത് അവൻ വേറെ കാസ്റ്റാ. ചെറിയമ്മേന്റെ ചെറിയച്ഛന്റെ ഇന്റർ കാസ്റ്റ് മാരേജ് അല്ലേ, അതുകൊണ്ടാ. എങ്ങോട്ടാ പോവാ? മാൾ? ഓക്കെ. കൃതി, ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കേ. നീ എന്ത് വായി നോക്കി നിക്കാ? വരുന്നുണ്ടോ? ആയിട്ടാ. നിനക്കെന്താടി പ്രാന്തോ? ഒന്നുമില്ല, പോവാ. ഓക്കെ. എടി, എന്റെ ഓഫീസിലെ വിഷ്ണു ഇല്ലേ? ആ, വിഷ്ണു ഏട്ടൻ. അവന് കൃതിനെ ആലോചിച്ചാലോ? വിഷ്ണു ഏട്ടൻ നല്ലതാ, പക്ഷെ കൃതി ചേച്ചി ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നാ പറയുന്നേ. എന്ന് വെച്ച് അവളുടെ കാര്യത്തിൽ അവർക്ക് നല്ല ആദിയുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൾക്കാരാ. അത് ശരിയാ. നീ അതുകൊണ്ട് അവളുടെ മനസ്സ് മാറ്റി കല്യാണത്തിന് സമ്മതിപ്പിക്കേ. അതിനാ ചെറിയച്ഛൻ അവളെ ഇങ്ങോട്ടേക്ക് അയച്ചേ. ഹാ, ബെസ്റ്റ്. നീ ഒന്ന് ശ്രമിക്കേ. ശരി. എന്താ? ഒന്നുമില്ല. പാറ ചേച്ചി. അയാള് പിന്നെയും വിളിച്ചു. ഫോണിങ്ങ് തന്നെ. വേണ്ട, നീ പ്രശ്നമാക്കണ്ട. എന്നാ ഞാൻ ആ നാറിക്ക് പോയൊരു പൊന്നാടാ നീക്കാം. അതല്ലടി, അവന് വാശി കൂടും. കേസ് കൊടുക്കാം. നിങ്ങൾ ഡിവോഴ്സ് ആയതല്ലേ? വേണ്ട പ്ലീസ്. ശരി, ഫോൺ താ. ഇല്ല, ഒന്നുകിൽ ഫോൺ തരാം, അല്ലെങ്കിൽ കേസ് കൊടുക്കാം. ഏത് വേണം? ഇന്ന് അക്കൗണ്ട് പോയി തിന്ന്. ഗുഡ് ഗേൾ. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. അതെന്താ? അമ്മാതിരി തെറിയല്ലേ ഞാൻ പറഞ്ഞേ. ആ, ബെസ്റ്റ്. ഇനി ഈ ദേഷ്യം തീർക്കാൻ അവൻ വേറെ സിം എടുത്ത് വിളിക്കും. ഇല്ല, ഇനി വിളിക്കില്ല, എനിക്ക് ഉറപ്പാ. കണ്ടറിയാം. നിന്റെ ഒരു ഫോൺ തന്ന എന്നെ വേണം പറയാൻ. ഞാൻ ഇറങ്ങുവാ. നീ അവളോട് കല്യാണക്കാര്യം വിളിച്ചൊന്ന് പറയട്ടോ. ആ, ഞാൻ പറഞ്ഞു നോക്കാം. എണീറ്റോ? ചെറിയമ്മ പോയോ? ആ, അതെ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? ജസ്റ്റ് 1 hour. ചേച്ചി ഡോർ ലോക്ക് ചെയ്തോ? ഞാൻ എന്റെ നമ്പർ തരാം, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എന്നാ വേഗം പോയിട്ടോ. ഓക്കെ. എന്റെ മോളെ, നീ ഒരു ആൺകുട്ടിയായിരുന്നെ ഞാൻ നിന്നെ പ്രേമിച്ചേരെ. മൈ ബാഡ്. ഐറിൻ, പേടിച്ചു പോയല്ലോ. നീ ഇന്ന് ബാങ്കിൽ പോയോ? ഇല്ല. പോയില്ലേ? ആ, പോയി. അതിനിപ്പോ എന്താ? നീ ആരോട് ചോദിച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് 4 ലക്ഷം എടുത്തേ? എന്റെ പൈസ എടുക്കാൻ ഞാൻ ആരോട് ചോദിക്കണം? നിന്റെ പൈസയോ? എന്റെ ഭർത്താവിന്റെ പൈസ. നിനക്ക് അയാളുടെ പൈസക്ക് എന്താ അവകാശമുള്ളേ? ₹4000 എടുക്കുന്ന പോലെ 4 ലക്ഷം അവൾ എടുത്തേ. അതെന്തിനാ എടുത്തേന്ന് അവളായിട്ട് പറയാതെ ഞാനിനി അവളോട് മിണ്ടത്തില്ല. നീ എന്തിനാ കൊച്ചെ അത്രയും പൈസ എടുത്തേ? നിനക്ക് ഈ പ്രായത്തിൽ എന്തിനാ 4 ലക്ഷം? നോക്ക്, ഇത് ചെറിയ കാര്യമല്ല, എനിക്കറിയാം. എന്നാ ചെറിയമ്മയോട് പോയി കാര്യം പറ. ഇല്ലെങ്കിൽ മിണ്ടില്ലാന്നാ പറഞ്ഞേ.
പറയാം. സോൾവ് ആയോ? ആ, പിന്നെ ചേച്ചിയോട് ഇക്കാര്യം വീട്ടിൽ പറയണ്ട പറഞ്ഞു. ഇല്ല. അച്ഛന്റെ കാര്യം പറഞ്ഞതോ? ഇല്ല. പക്ഷെ ചെറിയമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? ഐശു ചേച്ചിയോടൊന്നും പറയരുത്. ഇല്ല, ഞാൻ അച്ഛന്റെ മോളല്ല. അച്ഛന് കുട്ടികളുണ്ടാവില്ല. എന്റെ അമ്മയ്ക്ക് കോളേജിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അയാള് പോയി, എന്റെ മമ്മിയുടെ വയറ്റിൽ സമ്മാനിച്ചിട്ട്. സൂയിസൈഡ് ചെയ്യാൻ പോയ മമ്മീനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാ എന്റെ അച്ഛൻ. എന്നെ സ്വന്തം മോളെ പോലെ കണ്ടേ. ഇതൊക്കെ കുഞ്ഞിലെ ഞാൻ മമ്മിയുടെ ഡയറിയിൽ നിറഞ്ഞ കാര്യങ്ങളാ. സത്യം പറഞ്ഞാ എനിക്ക് നിങ്ങളുടെ കുടുംബമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ആരോടും പറയണ്ട. ഇല്ല. നീ അവളോട് വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞോ? ഇല്ല, ഞാൻ പറയാം. അവര് 2 ദിവസം കഴിയുമ്പോ അവളെ കൊണ്ടുപോകാൻ വരും. അപ്പോഴേക്ക് അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ശരി, മമ്മ ചെല്ല്. ചെറിയമ്മ ഇറങ്ങാനായോ? ആ മോളെ, വൈകിട്ട് കാണാം. ആ ശരി. ഡി, നീ എന്തിനാ പൈസ എടുത്തേ? പേഴ്സണൽ. ഓ, വേറൊന്നുമല്ല. നീ ഇത്രയും വലിയ പൈസ എടുത്തിട്ടും ചെറിയമ്മ കൂളാണല്ലോ. ചേച്ചി കഴിക്ക്, തണുത്തു പോവും. നിന്നെ എന്ത് പറഞ്ഞ അവൻ തേച്ചേ? അത് എന്റെ ഡ്രസ്സിങ്. ഓ, ഇതിലെന്താ കുഴപ്പം? ഒന്നുമില്ലെങ്കിലും ഫുൾ കവേർഡ് അല്ലേ. അവന്മാർക്ക് അതാണല്ലോ നല്ല പെൺകുട്ടികൾ. എനിക്ക് ഇഷ്ടാട്ടോ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാൻ. എന്നാ ഇട്ടൂടെ? മുത്തശ്ശി ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാവും. പിന്നെ ആ കേസ് എന്റെ പരടിക്കാം. നമുക്ക് അമ്പലത്തിൽ പോവാം. അപ്പോ ചെറിയമ്മയുടെ സാരി എടുത്താ വഴക്ക് കേൾക്കോ? പോയി ഇഷ്ടമുള്ളത് എടുത്തോ. ഓക്കെ, ഉടുപ്പിക്കാൻ സഹായിക്കണേ. കുത്ത്. കുത്തടി. താങ്ക് യു. നീ എന്താ വേർക്കുന്നേ? ചൂട്. എസിയിലോ? കേടായി തോന്നുന്നു. ചേച്ചി ഇനി കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാരും ഓപ്പോസിറ്റാ പറയുന്നേ. നീ എന്താ പറയുന്നേ? നീ പറഞ്ഞാ ഞാൻ കേട്ട. നീ പറ. ഞാൻ ഇനി കെട്ടണം. വേണം. എല്ലാരും ഒരുപോലെ അല്ലല്ലോ കൃതിമോളെ. നിന്നെ സേഫ് ആക്കാതെ നിന്റെ അച്ഛനും അമ്മയ്ക്കും സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഇനിയും കിട്ടുന്ന ആൾ അയാളെ പോലെ തന്നെ ആണെങ്കിലോ? ആവില്ല, ഞാൻ ഗ്യാരണ്ടി. എന്റെ ഓഫീസിൽ ഒരു വിഷ്ണു ഉണ്ട്. നല്ല ചെക്കനാ. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം. കോളേജിൽ പഠിക്കുമ്പോ ഒരു പെൺകൊച്ചിന് ഇഷ്ടായിരുന്നു. അത് പോയി. അതുകൊണ്ട് കല്യാണേ വേണ്ട പറഞ്ഞ് നടക്ക. പക്ഷെ നിന്റെ കാര്യം പറഞ്ഞപ്പോ അവൻ ഓക്കെയാണ്. എന്നോട് ചോദിക്കാതെ എന്തിനാ? നീ പറഞ്ഞാൽ ഈ കല്യാണം നടക്കൂ? മോൾ ആലോചിച്ചിട്ട് പറ. ഞാൻ പറയാൻ ചെറിയമ്മ. അത് മതി, ഞാൻ പോയി ചായ ഇടട്ടെ. എന്താ നിന്റെ ഒപ്പീനിയൻ? ആരെയും വിഷ്ണു നല്ല ആളാണോ? കാണാനോ? അടിപൊളിയോ? എസ് പറയണോ? പറഞ്ഞോ. കൊള്ളാം, നല്ല വീട്. അതെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി, പോയിട്ട് വരാം. അപ്പൊ ശരി, അങ്ങോട്ട് വാട്ടോ ഒരു ദിവസം. മോളെ. ആ ശരി. ഹലോ.
ഒരു താങ്ക്സ് പറയാൻ വിളിച്ചതാ. എന്തിന്? നിന്റെ മൊത്തം വീട്ടുകാർക്ക് നിന്നോടില്ലാത്ത സ്നേഹം എന്തായാലും നിന്റെ പുതുതായി വന്ന അനിയത്തിക്കുണ്ട്. അവള് തന്ന 4 ലക്ഷം കൊണ്ട് ഞാൻ എന്റെ കടം മൊത്തം തീർത്തു. ഇനി ഞാൻ നിന്നെ വിളിക്കില്ല. അപ്പൊ ശരി, എന്നേക്കും ബൈ. ഗുഡ് ബൈ.